ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ മെയ് പ്ലാനറാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ എന്താ മെയ് കഴിഞ്ഞിട്ട് എന്താ പ്ലാനർ ഇടുന്നതെന്ന്. കാരണം ഞങ്ങൾ ആക്ച്വലി മെയ്ന് മുമ്പ് ഞങ്ങളൊരു മെയ് 28-നെങ്ങാണ്ട് ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പ്ലാനർ. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ പിന്നെ എറണാകുളത്ത് പോയിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം. പിന്നെ എഡിറ്റ് ചെയ്യാനും വോയിസ് ഓവർ കൊടുക്കാനും ട്രാവൽ ചെയ്തുകൊണ്ട് ചെയ്യാനൊന്നും പറ്റില്ലല്ലോ. സോ അതുകൊണ്ടാണ് ഇത്രയും ലാഗ് വന്നത്. അപ്പം ഇത് എടുക്കുന്നത് ഞങ്ങളുടെ വീട്ടിലാണെങ്കിലും ഇപ്പം ഞാൻ എറണാകുളത്താണ് ആക്ച്വലി. അപ്പം എറണാകുളത്ത് നമ്മൾ ഒരു മാസം ഞങ്ങൾ എറണാകുളത്ത് ഉണ്ടാവും കേട്ടോ. അപ്പം ബാക്ക് ടു സ്കൂൾ ഷോപ്പിങ്ങും പിന്നെ കുറച്ച് ട്രിപ്പൊക്കെ പോകാൻ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വഴിയേ ഉണ്ടാവും വീഡിയോസ്. അപ്പം ഓരോ പ്ലാനറിനും ഓരോരോ തീമുകളുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്ന് എടുത്തിരിക്കുന്ന വാട്ടർമെലൺ എന്ന് പറഞ്ഞിട്ടുള്ള തീമാണ്. എങ്ങനെ എനിക്ക് ഐഡിയ കിട്ടിയതെന്ന് വെച്ചാൽ ഞങ്ങളുടെ വീട്ടിൽ കുറേ വാട്ടർമെലൺസ് ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പ്ലാനർ ചെയ്യാനായിട്ട് ഇരിക്കുമ്പോഴേക്കും എനിക്ക് കുറച്ച് വാട്ടർമെലൺസ് തന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു വെക്കേഷൻ തീം ചെയ്യാമെന്നാണ്. പക്ഷേ വാട്ടർമെലൺ കിട്ടിയപ്പോൾ വാട്ടർമെലൺ കുറച്ചുകൂടി ഈസി അല്ലെന്ന് പറഞ്ഞ് നമുക്ക് വാട്ടർമെലൺ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് പേജ് എന്ന് പറയുന്നത് കവർ പേജോ അല്ലെ തീം പേജോ അങ്ങനെ എന്ത് വേണമെങ്കിലും പറയാം. സോറി കേട്ടോ, വണ്ടിയൊക്കെ ഉണ്ട്. വണ്ടീൻ്റെ ഒച്ചയാണ്, സാരമില്ല. ഓക്കെ, അങ്ങനെ ഞാൻ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഇഷ്ടമുള്ള ടീമുകൾ ചെയ്യാം കേട്ടോ. നമ്മൾ ഈ ഒരു പ്ലാനർ ഇത് ഡെക്കറേഷനിലൊന്നുമല്ല കാര്യം, നമ്മളിത് ചെയ്ത് നമ്മുടെ മാസം പ്രൊഡക്റ്റീവ് ആക്കുക എന്നതാണ് കാര്യം. പേജ് എന്ന് പറയുന്നത് കലണ്ടർ പേജാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ കലണ്ടർ ഉണ്ടെങ്കിൽ അത് നോക്കിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫോണിലുണ്ടാവില്ലേ കലണ്ടർ, അത് നോക്കിയിട്ട് ഒരു കലണ്ടർ, ചെറിയൊരു കലണ്ടർ വരച്ചു കൊടുക്കുക. കറക്റ്റ് ഡേറ്റൊക്കെ കറക്റ്റ് വരയ്ക്കണം, അല്ലെ എന്നെപ്പോലെ തെറ്റിപ്പോവും. ഞാൻ കുറച്ച് കെയർലെസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം ഡേറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. അപ്പോൾ പിന്നെ ഞാൻ വൈകുന്നേരമൊക്കെ ഇട്ട് എങ്ങനെയൊക്കെയോ ശരിയാക്കി. അപ്പം എന്നെപ്പോലെ തെറ്റിക്കരുത്, കറക്റ്റായിട്ട് ചെയ്യുക. പിന്നെ ഔട്ട്ലൈന് കുഞ്ഞു ബോക്സസ് വരയ്ക്കുക കേട്ടോ. കലണ്ടർ പേജ് എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും കുഞ്ഞു ഇവൻറ്റ്സോ, ഞങ്ങളിപ്പം എറണാകുളത്തേക്ക് പോകുന്നത് മെയ് 3 എങ്ങാണ്ടാണ്. അപ്പം മെയ് 3 ഗോയിങ് ടു എറണാകുളം, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഞ്ഞു ഇവൻറ്റ്സ് കാര്യങ്ങളൊക്കെ എഴുതി വയ്ക്കാനും, എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സ് ആണെങ്കിൽ അടയാളപ്പെടുത്താനും. പിന്നെ നമ്മൾ 4 ബോക്സസ് വരച്ചു കൊടുക്കുക. നോട്ട്സ്, ഗോൾസ്, ഫോക്കസ്, ഇവൻറ്റ്സ്, നോട്ട്സ്. ഗോൾസും ഫോക്കസും നമ്മുടെ ഗോൾസും നമ്മൾ ആ ഒരു മാസം ഫോക്കസ് ചെയ്യേണ്ട കാര്യങ്ങളും, ഇവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, എന്തെങ്കിലും ഫങ്ഷൻ അങ്ങനെ എന്തെങ്കിലും നോട്ട്സ് എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് അങ്ങനെ എഴുതി കൊടുക്കാം. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹാബിറ്റ് ട്രാക്കറാണ്. നമുക്ക് ഈ ഒരു മാസം എന്തെങ്കിലും പുതിയ ശീലങ്ങളോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇമ്പ്രൂവ് ചെയ്തെടുക്കണമെന്ന്, അല്ലെങ്കിൽ അത് ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പേജാണ് ഹാബിറ്റ് ട്രാക്കർ എന്നുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹാബിറ്റ്സ് ചെയ്യാം കേട്ടോ. അങ്ങനെ നമ്മൾ 31 ഇങ്ങനെ വരച്ചു കൊടുക്കുക, 31 ലൈൻസ്. എന്നിട്ട് വെർട്ടിക്കലായിട്ട് നമുക്ക് എത്ര ശീലങ്ങൾ, ഇപ്പോൾ എനിക്ക് 6 ശീലങ്ങളാണ്, അങ്ങനെ വെർട്ടിക്കലായിട്ട് വരച്ചു കൊടുക്കുക.
ഓക്കെ, അങ്ങനെ നമ്മളുടെ ഹാബിറ്റ്സിന് ഓരോരോ കളർ കോഡ് ചെയ്ത് കൊടുക്കുക. ഓരോ ഹാബിറ്റ്സിനും ഓരോരോ കളർ കോഡ് ചെയ്യുക. എന്നിട്ട് നൺ എന്ന് എഴുതിയിട്ട് ഒരു കളർ കൊടുക്കുക. നമ്മൾ അന്ന് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ബോക്സ് കളർ ചെയ്ത് കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു നൺ എന്ന് പറഞ്ഞിട്ടുള്ള കളറും കൊടുക്കുക. ആ കളർ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഇത് ആക്ച്വലി എൻ്റെ പ്ലാനർ അല്ല കേട്ടോ. ഞാൻ എൻ്റെ ഒക്കെ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ വീഡിയോ എടുത്തില്ല. ഇതിപ്പോൾ ചിക്കുവയ്ക്ക് എന്തോ ഒരു പ്ലാനർ ചെയ്ത് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ ചെയ്ത് കൊടുക്കുകയാണ്. എനിക്കിങ്ങനെ വരയ്ക്കാൻ ഇഷ്ടമാണ്. വെക്കേഷനിൽ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്യുകയാണ്. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് പേജ് എത്തി. അങ്ങനെ നമ്മൾ ഹെഡിങ് ആയിട്ട് ഗോൾസ് എന്ന് എഴുതുക. നമ്മൾ കലണ്ടർ പേജിൽ ഗോൾസ് എഴുതിയിട്ടുണ്ടെങ്കിലും അത് അത്ര വലുതല്ല. ഇതിൽ നമ്മൾ 2 ടൈപ്പ് ഗോൾസ് നമ്മൾ 2ആയിട്ട് തിരിച്ചിട്ടൊന്ന്, ഒന്ന് പേഴ്സണലും ഒന്ന് ജനറൽ ഗോൾസും ആണ്. പേഴ്സണൽ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വ്യക്തിപരമായ നമ്മളിൽ ഇതാക്കേണ്ടത്, ഒന്ന് ജനറലായിട്ട് 2ആയിട്ട് നമ്മൾ തിരിക്കുക. നെക്സ്റ്റ് എന്ന് പറയുന്നത് ബ്രെയിൻ ഡംപ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെക്ഷനാണ്. ബ്രെയിൻ ഡംപ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്നായിരിക്കില്ല ഓരോരോ ഐഡിയാസ് ഇങ്ങനെ വരിക. സോ നമ്മൾ അത് പിന്നെ കുറച്ച് കഴിയുമ്പോഴേക്കും നമുക്കത് ചെയ്യാമെന്ന് പറയുമ്പോഴേക്കും നമ്മളത് മറന്നു. സോ നമുക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഐഡിയാസ് വരികയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ എഴുതിയെടുക്കാനുള്ള ഒരു പേജാണ് ഈ ഒരു ബ്രെയിൻ ഡംപ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് മൂഡ് ട്രാക്കറാണ്. മൂഡ് ട്രാക്കർ എന്ന് പറയുന്നത് നമ്മൾ ഓരോ ദിവസമുള്ള ഒരു മൂഡ് നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പേജാണ്. സോ മൂഡ് നമ്മൾ ഓരോ ദിവസം നമുക്ക് ഹാപ്പി, സാഡാണോ, ബോറിംഗ് ആണോ, അതോ ആംഗ്രി ആണോ എന്നൊക്കെ ട്രാക്ക് ചെയ്യാനായിട്ട് മൂഡ് ട്രാക്കർ. സോ ഇതും ഹാബിറ്റ് ട്രാക്കറും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. മറ്റേ ഹാബിറ്റ് ട്രാക്ക് ചെയ്യാൻ, ഇത് മൂഡ് ട്രാക്ക് ചെയ്യാൻ. സോ നമ്മൾ ഓരോരോ മൂഡിനും ഓരോരോ കളർ കൊടുക്കുക. ഹാബിക്ക് ഒരു ഗ്രീൻ കൊടുക്കുക, അല്ലെങ്കിൽ ബിസിക്ക് ഗ്രീൻ കൊടുക്കുക. അങ്ങനെ ഏതെങ്കിലും മൂഡ്, അതൊക്കെ നിങ്ങളിഷ്ടം. ഓരോ കളറിനും ഓരോരോ മൂഡ് കൊടുക്കുക. ഓരോരോ മൂഡിനും ഓരോരോ കളർ കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ കുഞ്ഞു കുഞ്ഞു വാട്ടർമെലൺസ് വരച്ചു കൊടുക്കുക. എന്നിട്ട് വാട്ടർമെലണിൽ നമ്മളുടെ എന്താണോ അന്നത്തെ മൂഡ് അതങ്ങോട്ട് കളർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. മെയ് പ്ലാനർ കുറച്ച് കമ്മ്യൂണിക്കേഷൻ അല്ലേ, നമുക്ക് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ലല്ലോ. സോ ജസ്റ്റ് ഇത്രേ ഉണ്ടാവുള്ളൂ. ബട്ട് ജൂൺ ആകുമ്പം സ്കൂൾ തുറക്കും. അപ്പോൾ കുറേ പഠിക്കാനൊക്കെ ഉണ്ടാവും, അങ്ങനെ വേറെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. സോ വേറെ ഒരു ടൈപ്പായിരിക്കും. നമുക്ക് സ്റ്റഡി ടൈം ടേബിൾ എഴുതണം, സ്റ്റഡി ട്രാക്കർ വേണം. അതുകൊണ്ട് വേറൊരു ടൈപ്പ് തന്നെയായിരിക്കും ജൂൺ പ്ലാനർ. സോ വേറെ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. സോ ബൈ, ടേക്ക് കെയർ.